ഇത് നമ്മുടെ ബ്രോക്കൺ ആക്സസ് കൺട്രോൾ സീരീസിലെ പാർട്ട് 6 ആണ്. ആൻഡ് പ്രീവിയസ് വീഡിയോസ് ഒക്കെ നമ്മുടെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ലാബിൻ്റെ പേര് യൂസർ ഐ ഡി കൺട്രോൾഡ് ബൈ റിക്വസ്റ്റ് പാരാമീറ്റർ. സോ ഈ ലാബ് നമ്മൾ ഇത്ര നാൾ വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ മുതലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇത് ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ ആണ്. വേറൊന്നുമല്ല, നമ്മൾ ഇത്ര നാൾ ഒരു അഡ്മിൻ ആക്സസ് കിട്ടുന്നു, അവിടെ നിന്ന് പറഞ്ഞ യൂസറെ ഡിലീറ്റ് ചെയ്യുന്നു. കാർലോസ് ആണെങ്കിൽ കാർലോസ് ഡിലീറ്റ് ചെയ്യുന്നു. സോ ഇത് നമ്മൾ നേരെ കാർലോസിൻ്റെ അക്കൗണ്ടിലോട്ടാണ് ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേറ്റ് ചെയ്ത് പോകുന്നത്. സോ ആക്സസ് ദി ലാബ് കൊടുക്കുക. ഫസ്റ്റ് തന്നെ പ്രോക്സിയും ബർപ്പും എല്ലാം സെറ്റപ്പ് ചെയ്യുക. ഒന്ന് റിഫ്രഷ് ചെയ്യുക. ക്യാപ്ചർ ആവുന്നുണ്ട്. സോ ഈ ലാബ് ബർപ്പിൻ്റെ ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, കാർലോസിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്. സോ അതിൻ്റെ API കീ ഉണ്ട്. API കീ നമ്മുടെ സബ്മിറ്റ് സൊല്യൂഷൻ്റെ അകത്തുനിന്ന് സബ്മിറ്റ് ചെയ്യണം. സോ ഇത് കാണാം, ഇവിടെ കാണാം നമുക്ക് API കീ, വീനറിൻ്റെ API കീ കാണാം. സോ നമുക്ക് വീനർ എന്നുള്ള ജസ്റ്റ് കാർലോസിൽ നിന്ന് ആക്കി നോക്കാം. അപ്പോൾ വീനർ അക്കൗണ്ടാണ് ലോഗിൻ ചെയ്തേക്കുന്നത് നമ്മൾ. ബട്ട് കാർലോസിൻ്റെ ആ ID പാരാമീറ്റർ മാറ്റുമ്പം കാർലോസ് അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ്ലി പോകുന്നുണ്ട്. ലോഗിൻ ചെയ്യുക, കാർലോസിൻ്റെ പാസ്വേഡ് ഒന്നും നമുക്കറിയത്തില്ല. ബട്ട് ഇവിടെ പാരാമീറ്റർ മാറ്റുമ്പം API കീയും കാർലോസിൻ്റെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, ലാബ് സോൾവ് ആയി. സോ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ സിമ്പിൾ ലാബാണ്. ഇതാണ് ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ മെത്തേഡ്. ഈ ഒരു വൾണറബിലിറ്റിയുടെ പേര് ഐഡോർ വൾണറബിലിറ്റി എന്നാണ്. ലാബ് ഇത്രേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലും ഗ്രൂപ്പിലും ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. സോ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.